പണ്ട് മുതലേ ഈ നാട്ടിലുള്ളവർക്ക് കാളിയാർ മഠത്തിലുള്ളവരോട് അല്പം ഭയം കൂടുതലാണ്. അതുമാത്രമല്ല, ആരും ഞങ്ങളെ കുട്ടിക്കാലം മുതൽക്കേ കളിക്കാനോ കൂട്ടുകൂടാനോ ഒന്നിനും കൂട്ടില്ല. കാരണം അന്നും കാളിയാർ മഠ ആഭിചാരകർമ്മങ്ങൾക്ക് പേരുകേട്ട തറവാടായിരുന്നു. അന്നൊന്നും ഭൈരവൻ്റെ അച്ഛൻ, അതായത് എൻ്റെ അമ്മാവൻ നാഗേശ്വരൻ, അദ്ദേഹം ഞങ്ങളെ ഒന്നും ഒരു കർമ്മങ്ങളും പഠിപ്പിച്ച് തരാറില്ലായിരുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൗമാരകാലം ഏതൊരു കുട്ടിയെയും പോലെ അടിച്ചു പൊളിക്കുക എന്ന് മാത്രമായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും നല്ലോണം പഠിക്കും. അതുകൊണ്ട് തന്നെ പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോൾ ഇവിടെയുള്ള കോളേജിൽ അഡ്മിഷൻ ശരിയായി. സത്യത്തിൽ ഞാനും ഭൈരവനും വലിയ സന്തോഷത്തിലായിരുന്നു. കോളേജ് പഠനം ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളോടെ ഞാനും ഭൈരവനും കോളേജിലേക്ക് കാലുകുത്തി. പക്ഷേ ആദ്യ ദിനം തന്നെ ഞങ്ങളെ എല്ലാവരും അകറ്റി നിർത്താൻ തുടങ്ങി. കൂട്ടുകാരാവാൻ വേണ്ടി പലരുടെ അടുത്തേക്ക് ചെന്ന് സംസാരിച്ചു. പക്ഷേ പലരും ഞങ്ങൾ അകറ്റി നിർത്തുകയാണ് ചെയ്തത്. കാരണം കാളിയാർ മഠം എന്ന തറവാടിനോടുള്ള ഭയം. പിന്നീട് പോവേ ഞങ്ങൾ രണ്ടുപേരും ക്ലാസ്സിലെ ഏറ്റവും പിറകിലെ ബെഞ്ചിലായി തനിച്ചിരുന്ന് പഠിക്കാൻ തുടങ്ങി. ആ ഇടക്കാണ് രാജശേഖര വർമ്മ എന്ന് പറയുന്നൊരു പയ്യൻ. എന്താ പറയുക, എന്തൊരു ഭംഗിയാണെന്നോ അവനെ കാണാൻ. ഒരു തേജസ്സുള്ള തമ്പുരാൻ എന്നൊക്കെ പറഞ്ഞാൽ പോരാ, അത്രയും ഭംഗിയായിരുന്നു അവനെ കാണാൻ. ഒറ്റ നോട്ടത്തിൽ ആർക്കും അസൂയ തോന്നുന്ന സൗന്ദര്യം. പാലക്കാട് നിന്ന് അവൻ ഞങ്ങളുടെ നാട്ടിലേക്ക് പഠിക്കാൻ വേണ്ടി വന്നാണത്രേ. ക്ലാസ്സിലേക്ക് കയറിയതും അവനെ കണ്ട് കുട്ടികൾ ഇരിക്കാൻ വേണ്ടി സ്ഥലം കൊടുക്കുന്നു ഞങ്ങൾ അല്പം വിഷമത്തോടെ നോക്കി നിന്നു. പക്ഷേ അവൻ എല്ലാവരെയും നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ഏറ്റവും പുറകിലായിരിക്കുന്ന ഞങ്ങളുടെ അടുത്തേക്കാണ് വന്നത്. ഒരൽപ്പം മാറി തരുമോ, ഞാനും കൂടി ഇവിടെ ഇരുന്നോട്ടെ? സൗമ്യമായി ഞങ്ങളോട് അവൻ ചോദിച്ചതും ഞങ്ങൾ രണ്ടുപേരും അത്ഭുതത്തോടെ അവനെ നോക്കി നിന്നു. അധികം വൈകാതെ തന്നെ ഞങ്ങളുടെ സൗഹൃദത്തിലേക്ക് രാജശേഖരനും കൂടെ ചേർന്നു. ക്ലാസ് തുടങ്ങിയ ഒരാഴ്ചയ്ക്ക് ശേഷമുള്ള ആദ്യത്തെ പീരീഡിൽ അധ്യാപിക ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു പെൺകുട്ടിയുടെ കിളിനാദം ഞങ്ങൾ കേട്ടത്. ക്ലാസ്സിലുള്ള എല്ലാ പെൺകുട്ടികളും ആൺകുട്ടികളും വാതിലിൻ്റെ ഭാഗത്തേക്ക് നോക്കിയപ്പോൾ കണ്ടു അവിടെ നിൽക്കുന്നൊരു പെൺകുട്ടിയെ. അവളെ കണ്ടതും എൻ്റെ അടുത്തിരിക്കുന്ന ഭൈരവൻ്റെ കണ്ണുകളും തിളങ്ങി. അധ്യാപികയുടെ അനുവാദം വാങ്ങി ആ പെൺകുട്ടി അകത്തേക്ക് കയറി. ക്ലാസ്സിലെ മുഴുവൻ ആൺകുട്ടികളുടെ കണ്ണുകളും അവളുടെ മുഖത്തായിരുന്നു. പെൺകുട്ടികളെല്ലാം അവൾ അസൂയയോടെ നോക്കി നിന്നു. ഈ സമയം അവൾ എല്ലാവരെയും നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. ആദ്യം കണ്ട മാത്രയിൽ തന്നെ ഭൈരവൻ്റെ മനസ്സിലേക്ക് ആ പെൺകുട്ടിയുടെ മുഖം പതിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ലളിതകുമാരി, കൃഷ്ണപുരം കൊട്ടാരത്തിൽ മാനവേദവർമ്മയുടെ ഇളയ മകളാണ്. അത്രയും നേരം പുഞ്ചിരിച്ചിരുന്ന ഭൈരവൻ്റെയും എൻ്റെയും മുഖം ഇരുളുവാൻ അധിക നേരം വേണ്ടി വന്നില്ല. കാരണം മറ്റൊന്നുമല്ല, എത്രയോ കാലങ്ങളായിട്ടുള്ള കുടിപ്പകയാ കൃഷ്ണപുരം കൊട്ടാരവും കാളിയാർ മഠവും തമ്മിൽ. അതുകൊണ്ട് തന്നെ ലളിതയെ കണ്ടതും ഞങ്ങൾക്ക് ആദ്യം തോന്നിയ വികാരം പിന്നീട് അവളോട് തോന്നിയില്ല. കൂടാതെ കൊട്ടാരത്തിലെ കുട്ടിയായതുകൊണ്ട് തന്നെ അവൾക്ക് അല്പ അഹങ്കാരം കൂടുതലായിരിക്കും എന്ന് തന്നെ ഞങ്ങൾ മനസ്സാൽ ഉറപ്പിച്ചു. പക്ഷേ എല്ലാവരെയും നോക്കിക്കൊണ്ട് ലളിത തനിക്കിരിക്കാനായി ഒരു ഇപ്പിടം തിരഞ്ഞു. അവസാനം അവൾ ഞങ്ങളുടെ അടുത്താണ് വന്നിരുന്നത്. സത്യത്തിൽ ഞാനടക്കം 3 പേരും ഞെട്ടി. എന്നാൽ അവൾ സർവ്വ സ്വാതന്ത്ര്യത്തോടെ ഞങ്ങൾ 3 പേരോട് ഇടപഴകി. അതിൽ രാജശേഖരൻ മാത്രമാണ് ലളിതയോട് അല്പം ഗൗരവത്തിൽ സംസാരിക്കുക. ഞാനും ഭൈരവനും അവളുമായി പെട്ടെന്ന് തന്നെ കൂട്ടായി. കാരണം ക്ലാസ്സിൽ അത്രയും സുന്ദരന്മാരായ ആൺകുട്ടികളെ തഴഞ്ഞിട്ടാണ് അവൾ ഞങ്ങളോട് കൂട്ടുകൂടിയത്. അതിൻ്റെ ഒരു സന്തോഷം ഞങ്ങളുടെ മുഖത്തുണ്ടായിരുന്നു. 3 വർഷം ഇതാ എന്ന് പറഞ്ഞു പോയി. ഇതിനിടയിൽ ഭൈരവൻ പല പ്രാവശ്യം ലളിതയോട് തൻ്റെ പ്രണയം പറയാൻ ഒരുങ്ങിയെങ്കിലും എന്തൊക്കെയോ തടസ്സങ്ങൾ വന്ന് അവളോട് പ്രണയം പറയാൻ ഭൈരവന് കഴിഞ്ഞില്ല. അന്ന് കോളേജിലെ അവസാന ദിവസമായിരുന്നു. ദേവരാജൻ വീണ്ടും ഓർമ്മയിലേക്ക് ഊളിയിട്ടു. ഭൈരവ, അറിയാലോ, ഇന്നും കൂടി നിനക്ക് നിന്റെ പെണ്ണിനെ കണ്ട് സംസാരിക്കാൻ സാധിക്കുള്ളൂ. ഇനി അവൾ തിരിച്ച് കോവിലത്തെത്തിയാലേ പിന്നെ പുറത്തേക്ക് ഇറങ്ങുന്ന കഷ്ടമായിരിക്കും. മാത്രമല്ല, നിനക്ക് ആ പരിസരത്ത് പോലും പോകാനും കഴിയില്ല. അതുകൊണ്ട് വേഗം നിന്റെ മനസ്സിലെ ഇഷ്ടം അവളോട് തുറന്നു പറയാൻ നോക്ക്. ദേ നോക്ക്, അവൾ ആ ഒഴിഞ്ഞ കോളേജ് കിട്ടേണ്ട പുറകശത്തെ പറമ്പിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. ചിലപ്പോൾ പൊഴിഞ്ഞെടുക്കുന്ന മാങ്ങെടുക്കാൻ വേണ്ടിയായിരിക്കും. ഇത് തന്നെയാണ് നല്ല സമയം, ദേവരാജൻ ഭൈരവനോടായി പറഞ്ഞു. എന്നാൽ ഞാൻ പോയി പറഞ്ഞിട്ട് വരാം. ഒരു ധൈര്യത്തിന് നീയും കൂടെ വാ ദേവാ. ആ, ഞാൻ കൂടെ വരാം. പക്ഷേ ഒരോരത്തെ ഞാൻ മാറി നിൽക്കുന്നുണ്ടാവും. ശരി, ഭൈരവൻ സന്തോഷത്തോടെ ദേവരാജനോട് പറഞ്ഞു. ഓരോന്നും സംസാരിച്ചുകൊണ്ട് അവർ പഴയ കെട്ടിടത്തിൻ്റെ പുറകുവശത്തേക്ക് എത്തിയതും അവിടെ കണ്ട കാഴ്ചയിൽ ഞെട്ടിത്തരിച്ച് രണ്ടുപേരും നിന്നുപോയി. രാജശേഖരൻ്റെ നെഞ്ചിലായി തല ചേർത്ത് വെച്ചുകൊണ്ട് വിങ്ങിപ്പൊട്ടിക്കരയുന്ന ലളിത, അവളുടെ തലമുടിയിൽ തഴുകി ആശ്വസിപ്പിക്കുന്ന രാജശേഖരൻ. ഭൈരവന് തൻ്റെ ശരീരം തളരുന്ന പോലെ തോന്നി. സ്വഭാവത്തിലേക്ക് വന്ന പോലെ ദേവരാജൻ വേഗം ഭൈരവനെയും കൊണ്ട് അവിടുന്ന് തിരിച്ചു പോന്നിരുന്നു. ഭൈരവനെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയാതെ ദേവരാജൻ കുഴങ്ങി. ഇത്രയും നേരമായിട്ട് ഭൈരവൻ തന്നോട് സംസാരിക്കുകകൂടി ചെയ്തിട്ടില്ല. ഈ സമയമാണ് രാജശേഖരൻ അവരുടെ അടുക്കിലേക്ക് നടന്നു വരുന്നത് ദേവരാജൻ കാണുന്നത്. എടാ ഭൈരവ, ആ രാജശേഖരൻ നമ്മുടെ അരിയിലേക്ക് വരുന്നുണ്ട്. നീ ഒന്ന് അവൻ്റെ മുമ്പിൽ ചിരിച്ചിരുന്നേ. ഇപ്പം അവനൊന്നും അറിയണ്ട, മനസ്സിലായല്ലോ? വലിഞ്ഞു മുറിയ മുഖത്തോടെ ഭൈരവൻ രാജശേഖരൻ നോക്കിക്കൊണ്ട് ദേവരാജനോട് മൂളി. എടാ ഭൈരവ, ദേവ, ഞാൻ ഇറങ്ങട്ടെ? രാജശേഖരൻ രണ്ടുപേരെയും നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവർ രണ്ടുപേരും തെളിച്ചില്ലാത്തൊരു പുഞ്ചിരി രാജശേഖരന് കൈമാറി.
രണ്ടുപേരെയും നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് രണ്ടടി നടന്ന രാജശേഖരൻ പിന്തിരിഞ്ഞെന്ന് അവരോട് പറഞ്ഞു. എടാ, അത് പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്നോട് ക്ഷമിക്കണം. ഞാൻ ഇതിനു മുന്നേ നിങ്ങളോട് അത് പറയാത്തതിൽ എന്നോട് ദേഷ്യമൊന്നും കാണിക്കരുത്. അത് പിന്നെ ഞാനും ലളിതയും തമ്മിൽ പ്രണയത്തിലാണ്. അത് കേട്ടതും ഭൈരവൻ തൻ്റെ കൈമുഷ്ടി ചുരുട്ടിപ്പിടിച്ച് ദേഷ്യം കടിച്ചമർത്തി. ദേവരാജൻ്റെ അവസ്ഥയും മറിച്ചല്ലായിരുന്നു. രണ്ടുപേരൊന്നും മിണ്ടുന്നില്ലെന്ന് കണ്ടതും രാജശേഖർ അവരോടായി പറഞ്ഞു, എന്നോട് ക്ഷമിക്കുക. ഞാൻ അപ്പോഴത്തെ സാഹചര്യത്തിൽ, നിനക്കറിയാലോ, എൻ്റെ കോവിലത്തെങ്ങാൻ അറിഞ്ഞാൽ അച്ഛൻ തമ്മിൽ എൻ്റെ പഠിപ്പ് നടക്കും. അതുകൊണ്ടാണ് ഞങ്ങളിത് രഹസ്യമാക്കി വെച്ചത്. ഞാൻ അത്രയും പറഞ്ഞിട്ടും അവർ രണ്ടുപേരും തന്നോട് സംസാരിക്കണമെന്ന് കണ്ടതും രാജശേഖരൻ സങ്കടമായി. അത് സാരല്ല ശേഖര, ഞങ്ങൾക്കറിയാം നിൻ്റെ അവസ്ഥ. എന്തായാലും ഇപ്പോഴെങ്കിലും നീ പറയാൻ മനസ്സ് കാണിച്ചല്ലോ, സന്തോഷം. അപ്പം എങ്ങനെയാണ് നീ ലളിതയെ കാണുക? ഭൈരവൻ കണ്ണുകൾ കുറുക്കിക്കൊണ്ട് അവനോട് ചോദിച്ചു. അതൊന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല. എന്തായാലും ഞാൻ കോവിലത്തേക്ക് പോട്ടെ. പിന്നെ ഇവിടെ എന്തെങ്കിലും കാര്യങ്ങൾ നടന്നാൽ നിങ്ങൾ എന്നെ അറിയിക്കണം, ഏത് വിധേനയും. അതോർത്ത് നീ ഭയപ്പെടേണ്ട. ഞങ്ങളുണ്ടല്ലോ ഇവിടെ. ലളിതക്ക് വല്ല വിവാഹാലോചനയും വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ നിന്നെ അറിയിക്കുന്നതായിരിക്കും. അത് മതി, ആ ഒരു ഉറപ്പ് മതി. അത്രയും പറഞ്ഞ് രാജശേഖർ രണ്ടുപേരെയും കെട്ടിപ്പോണമെന്ന്. എന്നാൽ ഈ സമയം ദേവരാജൻ്റെയും ഭൈരവൻ്റെയും മുഖത്ത് ഒരു പുച്ഛച്ചിരിയാണ് വിടർന്നത്. മാസങ്ങൾ കടന്നുപോയി. യാതൊരു പ്രശ്നവുമില്ലാതെ ലളിതയും രാജശേഖരനും മൗനമായി പ്രണയിച്ചു. ഇതിനിടയിൽ ഭൈരവൻ എങ്ങനെ രാജശേഖരുമായി ലളിതയെ പിരിക്കാമെന്നുള്ള തന്ത്രങ്ങൾ മെനഞ്ഞെടുക്കാൻ പദ്ധതികൾ മനസ്സിൽ നടത്തിക്കൊണ്ടിരുന്നു. ആ ഇടയിലാണ് ഭൈരവന്റെ അച്ഛൻ നാഗേശ്വരൻ അവനോട് കൃഷ്ണപുരം കൊട്ടാരത്തിലെ കിരീടത്തെക്കുറിച്ച് പറയുന്നു. അത് കിട്ടണമെങ്കിൽ ലളിതയെ താൻ വിവാഹം കഴിക്കണമെന്ന് അച്ഛൻ പറഞ്ഞതും അവൻ്റെ കണ്ണുകളൊന്ന് വിടർന്നു. ഞാൻ വിചാരിച്ചു തന്നെയാണ് തൻ്റെ അച്ഛൻ തന്നോട് പറഞ്ഞെന്നോർത്ത് അവൻ്റെ മനസ്സ് സന്തോഷം കൊണ്ട് തുടികൊട്ടി ഈ സമയം. അതിനിടയിൽ നാഗേശ്വരൻ ഭൈരവനെ താന്ത്രിക കർമ്മങ്ങൾ പരിശീലിപ്പിക്കാൻ തുടങ്ങിയിരുന്നു. അതിൻ്റെ ഭാഗമായി ഇരുട്ടറിൽ ദിവസങ്ങളോളം ധ്യാനത്തിലിരിക്കാൻ നാഗേശ്വർ തൻ്റെ മകനോട് കൽപ്പിച്ചു. ഏകദേശം 2 ആഴ്ചത്തെ കഠിന തപസ്സിന് ശേഷം പുറത്തിറങ്ങിയ ഭൈരവൻ കേൾക്കുന്നു, കൃഷ്ണപുരം കൊട്ടാരത്തിലെ കിരീടം കൈക്കലാക്കാൻ പോയ തൻ്റെ അച്ഛൻ നാഗേശ്വർ നിലവറയിൽ നിന്ന് പുറത്തേക്ക് വന്നില്ല എന്നതാണ്. അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ടോ അതോ മരിച്ചുവോ എന്നറിയാതെ ഭൈരവൻ കിടന്നലറിക്കരഞ്ഞു. അത്രയും കാലം ലളിതയോട് പ്രണയമായിരുന്നെങ്കിൽ അതുമുതൽ ഭൈരവന് അവളോട് തീർത്താൽ തീരാത്ത പകയായി. ഒപ്പം ആ കൃഷ്ണപുരം കൊട്ടാരത്തിലുള്ളവരോടും. തൻ്റെ അച്ഛനെ കാണാതായതോടുകൂടി ഭൈരവൻ ആകെ വല്ലാത്തൊരവസ്ഥയിലായി പോയിരുന്നു. ആരോടും സംസാരിക്കാതെ എപ്പോഴും തറവാടിൻ്റെ ഉള്ളിലെ ഏതെങ്കിലും ഒരു ഇരുട്ടുമുറിയിലായിരുന്നു പിന്നീട് ഭൈരവൻ്റെ വാസം. ഒരു ദിവസം ദേവരാജൻ ഓടിക്കതച്ച് ഭൈരവൻ്റെ അടുക്കിലേക്ക് വന്നു. എന്താ ദേവ, നിന്റെ മുഖത്തൊരു പരിഭ്രമം? ഭൈരവൻ അല്പം ഗൗരവത്തോടെ അയാളോട് ചോദിച്ചു. അത് പിന്നെ കൃഷ്ണപുരത്തിൽ ലളിതകുമാരില്ലേ? ആ, എന്താ ലളിതക്ക്? കണ്ണുകൾ കുറുക്കിക്കൊണ്ട് ഭൈരവൻ അയാൾ തന്നെ നോക്കി നിന്നു. അത് പിന്നെ ലളിതയുടെ കൂടെ ഒളിച്ചോടിപ്പോയിന്ന്. മിക്കവാറും അത് ആ രാജശേഖരൻ്റെ കൂടെ തന്നെ ആയിരിക്കും. അവളുടെ വിവാഹം ഉറപ്പിച്ചിരുന്നു പോലും. എന്താ ഭൈരവ, നീ ഒന്നും അറിഞ്ഞില്ലേ? ഞാനൊന്ന് അമ്മാത്ത് പോയി വരുമ്പോഴേക്കും ഇവിടെ എന്തൊക്കെയാ സംഭവിച്ച്? ഒരു നിമിഷം ദേവരാജൻ പറഞ്ഞ വാക്കിൽ തന്നെ കുടുങ്ങിയിരുന്നു പോയി ഭൈരവൻ. ഞാനിത് വിശ്വസിക്കില്ല. എന്റെ ലളിത അവൾ എന്റെ കയ്യിൽ നിന്ന് അകന്നു പോയെന്നോ? അപ്പൊ എന്റെ കിരീടം, എന്റെ സ്വപ്നങ്ങൾ, എന്റെ ലളിത. തന്റെ സ്വപ്നങ്ങളെല്ലാം ഒരു നിമിഷം കൊണ്ട് ചീട്ടുകൊട്ടാരം പോലെ തകർന്ന് ആലോചിച്ചത് ദേഷ്യം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല ഭൈരവന്. അയാൾ ആർത്ത് കരഞ്ഞുപോയി, ഒരു ഭ്രാന്തനെ പോലെ. പിന്നീട് എന്ത് സംഭവിച്ചു ദേവരാജ മാമ? വികടൻ അത്യാകാംക്ഷയോടെ ദേവരാജനോട് ചോദിച്ചു. പിന്നീട് ഭൈരവൻ ആകെ മാറി. എൻ്റെ അച്ഛനിലൂടെ അവൻ കൂടുതൽ മന്ത്രങ്ങൾ സ്വായത്തമാക്കി. അതിനുശേഷം എൻ്റെ അച്ഛൻ്റെ നിർബന്ധപ്രകാരം അവൻ നിന്റെ അമ്മ സാവിത്രിയെ വിവാഹം കഴിച്ചത്. സത്യത്തിൽ സാവിത്രിയെ വിവാഹം കഴിച്ചതിന് ശേഷം അവൻ ലളിതയെക്കുറിച്ച് പിന്നീട് സംസാരിച്ചതേയില്ല. വർഷങ്ങൾ കൊഴിഞ്ഞുപോയിക്കൊണ്ടിരുന്നു. ഇതിനിടയിൽ ഞാനും കരുതി അവൻ ലളിതയെ മറന്നു കാണുന്നു. എന്നാൽ ഒരു ദിവസം ഒരു തീർത്ഥയാത്ര കഴിഞ്ഞ് മടങ്ങി വരുന്ന ഞങ്ങൾ കണ്ടു. കാറിൽ വെച്ച് ലളിതയെ രാജശേഖരനെയും ഒപ്പം അവരുടെ കയ്യിലുള്ള ഒരു കൈക്കുഞ്ഞിനെയും. ഒന്ന് ഞെട്ടിക്കൊണ്ട് ഞാൻ ഭൈരവനെ നോക്കി. ഭൈരവന്റെ കണ്ണിൽ കണ്ട ലളിതയെ കാണുമ്പോഴുള്ള തിളക്കം എനിക്ക് വീണ്ടും വന്ന് അവൻ്റെ ആ കണ്ണിൽ കാണാൻ സാധിച്ചു. രാജശേഖരനോട് എന്തൊക്കെയോ പറഞ്ഞിരിക്കുന്ന ലളിതയിൽ തന്നെയായിരുന്നു ഭൈരവന്റെ ദൃഷ്ടി. എനിക്ക് എന്തുകൊണ്ടോ തൻ്റെ മനസ്സിലുള്ള ചോദ്യം അവനോട് ചോദിക്കാതിരിക്കാൻ സാധിച്ചില്ല. എന്താ ഭൈരവ ഉദ്ദേശം? ദുരുദ്ദേശം തന്നെ. ഭൈരവൻ കണ്ണ് കുറുക്കിക്കൊണ്ടൊരു വക്രശിരിയോടെ ദേവരാജനോട് പറഞ്ഞു. രാജശേഖരൻ സഞ്ചരിച്ചിരുന്ന കാറിന്റെ നമ്പർ നോട്ട് ചെയ്ത് തൻ്റെ മുന്നിൽ നിന്നുമാണ് ഭൈരവൻ ആരെയോ വിളിച്ചത്. നോക്കുമ്പോൾ ഞങ്ങളുടെ വലങ്കയായി നിൽക്കുന്ന മുരുകനെയാ അവൻ വിളിച്ചത്. ലളിതയെയും രാജശേഖരനെ ഒപ്പം ആ കുഞ്ഞിനെയും കൊല്ലാൻ വേണ്ടി. സത്യത്തിൽ ഭൈരവന്റെ വാക്കുകൾ കേട്ട് ഞാൻ പോലും പകച്ചുപോയി. കാരണം ലളിതേവൻ അത്രമാത്രം പ്രണയിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് എന്തിനു വേണ്ടിയാണ് അവനിപ്പോൾ അവളെ കൊല്ലാൻ ഒരുങ്ങിയെന്ന് മാത്രം എനിക്ക് മനസ്സിലായില്ല. എൻ്റെ മനസ്സിലുള്ള ആ ചോദ്യം ഞാൻ അവനോട് ചോദിക്കാതിരിക്കുകയും ചെയ്തില്ല. പക്ഷേ അവൻ്റെ മറുപടി അതാ എന്നെ അതിശയിപ്പിച്ച്. ദേവാ, എനിക്ക് കിട്ടാത്തൊന്നും മറ്റൊരാൾക്ക് ലഭിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ലളിത
അവൾക്ക് എന്നെ പ്രണയിച്ചാൽ പോരായിരുന്നു. എന്തിനാ അവൾ രാജശേഖരനെ പ്രണയിച്ച്? അതുകൊണ്ടല്ലേ അവൾക്ക് പട്ടുമരണം ഇപ്പോൾ ലഭിച്ചതുപോലും. അതുമാത്രോ തെറ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ ലളിത. കാരണം എന്റെ പ്രണയത്തോടെയുള്ള നോട്ട് അവൾ കണ്ടില്ലെന്ന് പറഞ്ഞ ഇല്ല, അവന്റെ കൂടെ അവളും ആ കുഞ്ഞും ആരും വേണ്ട. എന്തായാലും ഒരു പുനർജന്മം ഞാൻ എടുക്കും. അന്ന് അവൾ എന്റെ ഭാര്യയായി എന്റെ കൂടെ ഉണ്ടാവും. ഒരു ഭ്രാന്തമായ ആവേശത്തോടെ ഭൈരവൻ തന്നോടങ്ങനെ പറഞ്ഞു. എനിക്ക് അവനോടൊന്നും പറയാനോ ചോദിക്കാനോ തോന്നിയില്ല. അധികം വൈകാതെ തന്നെ മുരുകൻ ഏറ്റെടുത്ത പണി ഗംഭീരമായി തീർത്തുകൂടി അറിഞ്ഞതും പിന്നീട് ലളിത എന്ന അധ്യായം ഞങ്ങൾ അവിടെ അടച്ചു. പക്ഷേ ഇതിപ്പോൾ ഇതെങ്ങനെ മരിച്ചവർ തിരിച്ചു വന്നു? എനിക്കതാ മനസ്സിലാവാത്തത്. ദേവരാജൻ വികരണനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. അതൊന്നും എനിക്കറിയില്ല മാമേ. എന്തായാലും അധികം വൈകാതെ മിത്രയെ ഞാൻ തൃക്കോട്ട് കോവിലത്തുനിന്ന് പൊക്കും. മനസ്സിലെന്തോ ഉറപ്പിച്ചെന്ന പോലെ വികരണൻ ദേവരാജനോട് പറഞ്ഞു. പിന്നീട് വികരണന് കാളിയാർ മഠത്തിൽ നിൽക്കാൻ തോന്നിയില്ല. തൻ്റെ അച്ഛനെ കാണാതെ തന്നെ അവൻ തിരിച്ച് തൃക്കോട്ട് കോവിലത്തേക്ക് തന്നെ മടങ്ങിപ്പോകുന്നു. അമ്മേ, വിവാഹം നടക്കേണ്ടി 2 ദിവസമേ ഉള്ളൂ. ഭയമാവുന്നു. അച്ഛനെ പറഞ്ഞ് ഈ വിവാഹം മുടക്കാൻ എന്തെങ്കിലും വഴി കണ്ടെത്തുന്നു. എന്നിട്ടെന്താ ഇത്രയും ദിവസമായിട്ടൊന്നും ചെയ്യാത്ത? കല്യാണി ദേഷ്യം കൊണ്ട് വരച്ച് ശ്രീദേവിയോട് ചോദിച്ചു. ആ പിന്നെ മോളെ, നീ ഭയപ്പെടേണ്ട. നമ്മുടെ അച്ഛൻ്റെ ആള് എന്തെങ്കിലും മനസ്സിൽ കരുതി വെച്ചിട്ടുണ്ടാവും. ശ്രീദേവി തന്റെ മകൾ കല്യാണിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. മറ്റന്നാളുള്ള വിവാഹത്തെക്കുറിച്ച് ആലോചിച്ച് കോവിലത്തെ പലരുടെയും ഉറക്കം നശിച്ച രാത്രിയായിരുന്നത്. കല്യാണിയും അശ്വതിയും ശ്രീദേവിയും സുദേവനും വൈഭവും വികർണനും എങ്ങനെ ഈ വിവാഹം മുടക്കാമെന്ന ആലോചനയിൽ ആ രാത്രി തള്ളി നീക്കി. രാവിലെ കുടുംബാംഗങ്ങളെല്ലാവരും ഇന്ന് ഭക്ഷണം കഴിക്കുകയായിരുന്നു. വികർണനുമുണ്ട് അവരോടൊപ്പം. വികർണന്റെ നോട്ടം മിത്രയിൽ ചെന്നെത്തുന്ന കാണും തോറും തന്റെ ദേഷ്യം അടക്കാൻ സാധിക്കുന്നില്ലായിരുന്നു രുദ്രന്. അവൻ കൈമുഷ്ടി ചുരുട്ടി പിടിച്ച് തന്റെ ദേഷ്യം നിയന്ത്രിച്ചുകൊണ്ട് വികർണനെ തന്നെ നോക്കിയിരുന്നു. ഈ സമയത്താണ് കാര്യസ്ഥൻ രാഘവൻ ഓടിക്കിതച്ചുകൊണ്ട് ഹാളിലേക്ക് വന്ന്. എല്ലാവരും ഞെട്ടിക്കൊണ്ട് രാഘവനെ നോക്കി. അയാളുടെ പേടിച്ച് ഉയർത്തിൽക്കുന്ന മുഖഭാവം കണ്ടത് കാര്യമാത്ര പന്തിയില്ലെന്ന് എല്ലാവർക്കും തോന്നി. എന്താ രാഘവ, എന്താ നിന്റെ മുഖം എല്ലാം വല്ലാതെ? ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന എല്ലാവരും ഇടിവെട്ടേറ്റ് പോലെ ഞെട്ടിക്കൊണ്ട് എഴുന്നേറ്റു. എന്താ? കുടുംബാംഗങ്ങളെല്ലാവരും കൂടി കുളപ്പടവിന്റെ ഭാഗത്തേക്ക് ഓടിച്ചെന്നു. രുദ്രനടക്കം എല്ലാവരും അവിടേക്ക് ചെല്ലുമ്പോഴേക്കും നാട്ടുകാരെല്ലാവരും കുളത്തിന് ചുറ്റുമായി കൂടി നിന്ന് കാഴ്ച കാണുന്ന തിരക്കിലായിരുന്നു. രുദ്രനെയും സൂരജിനെയും കണ്ടതും അത്രയും നേരം കൂട്ടം കൂടുന്ന ജനങ്ങൾ അവർക്ക് വഴിയൊരുക്കിക്കൊണ്ട് മാറി നിന്നു. രുദ്രൻ കുളത്തിലേക്ക് നോക്കി കമിഴ്ന്നാണ് കിടക്കുന്നത്. ഒരു കറുത്ത മുണ്ടാണ് ധരിച്ചിരിക്കുന്നത്. ആരോഗ്യ ദൃഢഗാത്രനായ അല്പം ഇരുണ്ട നിറമുള്ള ഒരു രൂപം. രുദ്രൻ കണ്ണുകൾ കുറുക്കിക്കൊണ്ട് ചുറ്റുപാടും നോക്കി. കുളത്തിൽ തന്നെയായി അയാളുടെയും തോന്നിക്കുന്ന ഒരു കറുത്ത മേൽമുണ്ടം വെള്ളത്തിൽ കിടക്കുന്ന രുദ്രൻ കണ്ടു. ഈ സമയമാണ് സ്ഥലമെസ്സയും ടീമും രുദ്രനെയും സൂരജിനെയും നോക്കി സല്യൂട്ട് ചെയ്തുകൊണ്ട് അവരുടെ അടുക്കിലേക്ക് വന്നിരുന്നു. സർ, പെർമിഷൻ നൽകുകയാണെങ്കിൽ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യായിരുന്നു. അതിനെന്താ, പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്തോളൂ സർ. രുദ്രനും സൂരജിനും സല്യൂട്ട് ചെയ്തുകൊണ്ട് അവർ അവരുടെ നടപടിക്രമങ്ങളിലേക്ക് തിരിഞ്ഞു. നാട്ടുകാരിൽ ചിലർ നീന്തൽ വശമുള്ളവർ കുളത്തിലേക്ക് ഇറങ്ങി ആ ശവശരീരത്തെ പതിയെ കൽപ്പടവിലേക്ക് കിടത്തി. ഇതുവരെ കണ്ടു പരിചയമില്ലാത്ത വ്യക്തിയെ അവരെല്ലാവരും സൂക്ഷിച്ച് നോക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഈ സമയം വികണ്ണന്റെ ശരീരം വിറവുണ്ട്. അവനിപ്പോൾ ഒരു താങ്ങ് കിട്ടിയില്ലെങ്കിൽ എവിടെയെങ്കിലും വീണു പോകുമെന്ന അവസ്ഥ തോന്നി. കണ്ണുകൾ നിറഞ്ഞൊഴുകി. തൻ്റെ മുമ്പിൽ മരവിച്ച് ചത്തു മരിച്ചു കിടക്കുന്ന തൻ്റെ അച്ഛൻ ഭൈരവനെ കണ്ട് അവൻ ശ്വാസം എടുക്കാൻ പോലും മറന്നുകൊണ്ട് അയാളെ തന്നെ നോക്കി നിന്നു. അച്ഛനെങ്ങനെ ഇവിടെ എത്തി? വികർണന് തന്റെ തലപെരിക്കുന്ന പോലെ തോന്നി. ഇനിയും താൻ അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞു പോയെന്ന് തോന്നിയ വികർണൻ തന്റെ കലങ്ങിയ കണ്ണുകളോടുകൂടി ചുവടുകൾ പിഴക്കാതെ എങ്ങനെയോ പുറത്തേക്ക് ഇറങ്ങാൻ ഒരുങ്ങിയതും പെട്ടെന്നാണ് അവനെ പുറകിൽ നിന്നാരോ വിളിച്ചത്. വികർണ! ഒരു നിമിഷം വികർണൻ ഞെട്ടിത്തെറിച്ച് നിന്നുപോയി. അവന്റെ ശരീരത്തിലെല്ലാം വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞു. പിന്തിരിഞ്ഞ് തന്റെ പേര് വിളിച്ചതിനെ നോക്കാനുള്ള ധൈര്യം ആദ്യമായി വികർണന് നഷ്ടപ്പെട്ടു. തന്റെ അസ്തിത്വം തിരിച്ചറിഞ്ഞവൻ ആരാണെന്നറിയാനുള്ള ജിജ്ഞാസയോട് പിന്തിരിഞ്ഞ് നോക്കിയപ്പോൾ കണ്ടു, കൈകൾ പിണച്ചു കെട്ടി തന്നെ നോക്കി നിൽക്കുന്ന സാക്ഷാൽ രുദ്രദേവിനെ. എന്താ വികർണ, സ്വന്തം അച്ഛനിങ്ങനെ ചത്തുമലച്ച് കിടക്കുന്ന കണ്ടിട്ടും നീ യാതൊരു പ്രകോപനമില്ലാതെ നേരെ പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നു? ഇതാണോ കാളിയാർ മഠത്തിന്റെ ശീലം? വികർണനെന്ന് പുച്ഛിച്ചുകൊണ്ട് രുദ്രൻ ചോദിച്ചു. ഈ സമയം മുത്തശ്ശൻ തമ്പുരാനടക്കം എല്ലാവരും രുദ്രൻ എന്താണെന്ന് പറയുന്നത് മനസ്സിലാക്കാതെ അവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. രുദ്ര, നീ എന്താ പറയുന്നത്? ഈ കുട്ടി വികർണനൊന്നുമല്ല, വിഘ്നേഷാ. മുത്തശ്ശ രുദ്രനോടായി പറഞ്ഞു. അറിയാം മുത്തശ്ശ, ഇവൻ ആരാണെന്ന് എനിക്ക് ശരിക്കും അറിയാം. മുത്തശ്ശനടക്കം ഇവിടെയുള്ള എല്ലാവരെയും കബളിപ്പിച്ചുകൊണ്ട് ഇത്രയും കാലം ഇവിടെ നിന്ന് വിഘ്നേഷ് എന്ന് പറയുന്നവൻ കാളിയാർ മഠത്തിലെ ഈ ചാത്തു മലച്ചിടക്കുന്ന ഭൈരവന്റെ മൂത്ത മകനാ വികർണൻ. ഇവൻ ഇവിടെ വന്നതിന്റെ ലക്ഷ്യം മിത്രയെ സ്വന്തമാക്കുന്നതിന് വേണ്ടിയാ. അല്ലടാ വികർണ.
മുറുകിയ മുഖത്തോടെ വികർണനെ നോക്കിക്കൊണ്ട് രുദ്രൻ ചോദിച്ചു. അത്രയും നേരം ഒന്നും മിണ്ടാതെ നിന്നവൻ കണ്ണുകൾ ഉയർത്തി രുദ്രനെ നോക്കി. വികർണന്റെ രക്തവർണ്ണമായ കണ്ണുകൾ കണ്ടതും തറവാട്ടിലുള്ള എല്ലാവരും ഭയന്നുപോയി. അപ്പോഴും അവനെ തന്നെ അണുവിട ചലിക്കാതെ മുറുകിയ മുഖത്തോടെ രുദ്രനും വികർണനെ തന്നെ നോക്കി നിൽപ്പുണ്ടായിരുന്നു. വികർണന്റെ അട്ടഹസിച്ചുള്ള പൊട്ടിച്ചിരിയിൽ തറവാട്ടിലുള്ള എല്ലാവരും ഭയന്നുപോയി. വല്ലാത്തൊരു ഭ്രാന്തമായ ആവേശത്തോടെ തറവാട്ടിലുള്ള എല്ലാ അംഗങ്ങളെയും നോക്കുന്ന വികർണന്റെ രൂപം മാറാൻ തുടങ്ങിയിരുന്നു. അവൻ വെളുത്ത നിറം മാറി അവിടെ കറുത്ത ദൃഢമായ രൂപം പുറത്തേക്ക് വന്നു. വികർണന്റെ പൈശാചിക ഭാവം എടുത്തു കാണിക്കുന്ന അവന്റെ രൂപം കണ്ട് തറവാട്ടിലുള്ളവരെല്ലാം ഭയന്നുപോയി. ശ്രീദേവി കണ്ണുരുട്ടിക്കൊണ്ട് സുദേവനെ നോക്കി. സുദേവൻ വിളറി വെളുത്തു. ഇനി ആരെയും നോക്കാൻ കഴിയാത്തപ്പോൾ താഴേക്ക് നോക്കി നിന്നു. അതേ രുദ്ര, നീ പറഞ്ഞത് സത്യ. ഞാൻ വികർണൻ, കാളിയാർ മഠത്തിലെ വികർണൻ. ഞാൻ വിചാരിച്ചതിനേക്കാളും ബുദ്ധിമാനാണ് നീ രുദ്ര. അതുകൊണ്ടാണല്ലോ എന്റെ അസ്തിത്വം നീ കണ്ടുപിടിച്ചത്. എന്തായാലും വിജയം ഇപ്പൊ നിന്റെ അടുക്കൽ തന്നെയാ. പക്ഷേ നീ ഒന്നോർത്തോ, നിന്റെ ചെറുകിൻ കീഴിൽ നീ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന നിന്റെ മിത്രാദേവയെ ഞാൻ സ്വന്തമാക്കും. എന്റെ വേളിയാക്കും ഞാൻ അവളെ. കാത്തിരുന്നു ആ ഒരു ദിവസത്തിനായി. വികർണന്റെ വെല്ലുവിളി കേട്ട് സൂരജ് അവനെ അടിക്കാൻ ഒരുങ്ങിയതും രുദ്രൻ അവനെ തടഞ്ഞു. വികർണ, ഇപ്പൊ നീ ചെയ്യേണ്ടത് നിന്റെ അച്ഛനുണ്ടല്ലോ, അയാളെ യഥാവിധി ദഹിപ്പിക്കാനുള്ള കാര്യങ്ങൾ നോക്ക്. പിന്നെ മിത്ര, അവളെ എന്നിൽ നിന്നും പിരിക്കാൻ നോക്കിയ നിന്റെ അനിയന്റെ ഗതി എന്താണെന്ന് നിനക്കും അറിയാലോ. അതിലും ഭയാനകമായിരിക്കും നിന്റെ അവസ്ഥ. രുദ്രന്റെ വാക്കുകൾ കേട്ട് ദേഷ്യം കൊണ്ട് വിറച്ച വികർണൻ രുദ്രന്റെ അടുക്കിലേക്ക് ചെന്നതിനോട് ചോദിച്ചു. നീ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ രുദ്ര? ഒരിക്കലും അല്ല വികർണ. ഭീഷണി അത് ഈ രുദ്രന്റെ ഡിക്ഷണറി ഇല്ലാത്ത കാര്യമാണ്. ഇതൊരു മുന്നറിയിപ്പ് മാത്രമാണ്. എടുത്ത് ചാടുന്നതിന് മുന്നേയുള്ളൊരു മുന്നറിയിപ്പ്. ഇപ്പൊ കാളിയാർ മഠത്തിലെ വികർണൻ തൃക്കോട്ട് കോവിലത്ത് നിന്ന് ഇറങ്ങിപ്പോവാൻ നോക്ക്. പോകുമ്പോ ചത്തുമറിച്ചെടുക്കുന്ന നിന്റെ തന്തയും കൊണ്ടുപോകാൻ മറക്കണ്ട. വികർണ രുദ്രനെ ഷർട്ടിൽ പിടിച്ചതും ഈ സമയം രുദ്രൻ വികർണ പിടിച്ച ഷർട്ടിലേക്ക് അവന്റെ മുഖത്തേക്കും മാറി മാറി നോക്കി. നിമിഷ നേരം കൊണ്ടാണ് രുദ്രന്റെ ചൊടി ഒരു വന്യതയാർന്ന പുഞ്ചിരി വരുന്നു. കൈയെടുക്കടാ വികർണ, പുഞ്ചിരിച്ചുകൊണ്ട് രുദ്രവനോട് പറഞ്ഞു. കൈയെടുക്കാനടാ നായിന്റെ മോനെ നിന്നോട് പറഞ്ഞ്. രുദ്രന്റെ അലർച്ചയിലും തന്റെ ചുറ്റുപാട് നിൽക്കുന്ന പോലീസുകാരെ നോക്കിക്കൊണ്ട് വികർണ അവന്റെ ഷർട്ടിൽ നിന്ന് കൈയെടുത്തു.